ഇസ്രായേലിന്റെ അയൺ ഡോം, ഇന്ത്യയുടെ സുദർശന ചക്ര എന്നിവയെ പോലെ തന്നെ അമേരിക്കയും ഇപ്പോൾ ശക്തമായ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. അമേരിക്ക തീർക്കുന്ന ഈ പ്രതിരോധ കവചമാണ് ഗോൾഡൻ ഡോം. ഈ ഗോൾഡൻ ഡോം മിസൈൽ ഷീൽഡ് ബഹിരാകാശത്തെ അമേരിക്കയുടെ ആദ്യത്തെ ആയുധമായിരിക്കും. We have officially selected an architecture for this state-of-the-art system that will deploy next-generation technologies across the land, sea, and space, including space-based sensors and interceptors. Canada has called us and they want to be a part of it, so we'll be talking. ഗോൾഡൻ ഡോം നിലവിലുള്ള കര പ്രതിരോധ ശേഷികളുമായി സംയോജിപ്പിക്കും. കൂടാതെ ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയിൽ നിന്ന് അമേരിക്കയെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. $175 ബില്യൺ ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ കവചത്തിനായുള്ള ഒരു ഡിസൈൻ താൻ തിരഞ്ഞെടുത്തതായും ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള ഭീഷണികൾ തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള അഭിലാഷ പ്രതിരോധ പരിപാടി നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി ഒരു ബഹിരാകാശ സേനാ ജനറലെ നിയമിച്ചതായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഈ ഗോൾഡൻ ഡോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വരുന്ന മിസൈലുകളെ കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും തടസ്സപ്പെടുത്തുന്നതിനുമായി ഉപഗ്രഹങ്ങളുടെ ഒരു ശൃംഖല സൃഷ്ടിക്കുക എന്നതാണ്. അതായത് മിസൈൽ കണ്ടെത്തലിനും ട്രാക്കിങ്ങിനുമായി നൂറുകണക്കിന് ഉപഗ്രഹങ്ങളെ വിന്യസിക്കാൻ ഈ ഷീൽഡിന് കഴിയും. ഇതുകൂടാതെ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ ഒരു വലിയ നിരയും വിക്ഷേപണത്തിന് തൊട്ടു പിന്നാലെ ആക്രമണാത്മക മിസൈലുകൾ വെടിവെച്ച് വീഴ്ത്തുന്ന പ്രത്യേക ആക്രമണ ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടവും ഇതിലുണ്ടാവും. ഏകദേശം 3 വർഷത്തിനുള്ളിൽ ഇത് പ്രവർത്തനക്ഷമമാകും എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതൊരു കര ബഹിരാകാശ മിസൈൽ ഷീൽഡ് സംവിധാനമായിരിക്കും. ഇത് പറക്കലിന്റെ പല ഘട്ടങ്ങളിലും മിസൈലുകളെ കണ്ടെത്തുകയും ട്രാക്ക് ചെയ്യുകയും നിർത്തുകയും ചെയ്യും. അതേപോലെ തന്നെ പറന്നുയരുന്നതിനു മുമ്പേ ഇവയെ നശിപ്പിക്കുകയോ ആകാശത്ത് വെച്ച് അവയെ തടസ്സപ്പെടുത്തുകയോ ചെയ്യും. പുതിയ സംവിധാനം അമേരിക്കയുടെ വിജയത്തിനും നിലനിൽപ്പിനും വളരെ പ്രധാനമാണ് എന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത്. ഇത് പൂർണ്ണമായി നിർമ്മിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് വിക്ഷേപിച്ചാലും ബഹിരാകാശത്ത് നിന്ന് വിക്ഷേപിച്ചാലും മിസൈലുകളെ തടയാൻ ഇതിന് കഴിയും. ഈ ഗോൾഡൻ ഡോമിന് കൂടുതൽ വിപുലമായ ലക്ഷ്യങ്ങളുമുണ്ട്. ബഹിരാകാശ അധിഷ്ഠിത സെൻസറുകളും ഇന്റർസെപ്റ്ററുകളും ഉൾപ്പെടെ കര, കടൽ, ബഹിരാകാശം എന്നിവയിലുടനീളം അടുത്ത തലമുറ സാങ്കേതിക വിദ്യകൾ വിന്യസിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയ്ക്ക് പുറമെ കാനഡയും ഇതിന്റെ ഭാഗമാകാൻ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് എത്തിയിട്ടുമുണ്ട്. എന്നാൽ റഷ്യയും ചൈനയും ഈ പദ്ധതി ഇപ്പോൾ എതിർത്തിരിക്കുകയാണ്. ഇത് ബഹിരാകാശത്തെ മറ്റൊരു യുദ്ധക്കളമായി മാറ്റുമെന്നും ബഹിരാകാശത്ത് യുദ്ധപ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ആയുധ ശേഖരത്തിന്റെ ഗണ്യമായ ശക്തിപ്പെടുത്തലിനെ ഇത് വ്യക്തമായി സഹായിക്കുന്നു എന്നുമാണ് ഈ 2 രാജ്യങ്ങളുടെ അഭിപ്രായം. എന്തായാലും ഇതുമായി മുന്നോട്ട് പോകാനാണ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം ഔദ്യോഗികമായി ഇത് വെളിപ്പെടുത്തുകയും ചെയ്തു.